ഇന്ത്യയിലെ ഏറ്റവും പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായമാണ് എന്നും കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയും ഈ രാജ്യത്തിന്റെ സ്വസ്ഥതാപൂർണമായ അന്തരീക്ഷങ്ങളും നിരന്തരമായി പരിക്കേൽപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കൊണ്ടാടാനിരിക്കുന്നത്. 100 വർഷത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്ത് നിർവഹിച്ചു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, അഭിമന്യരായ ശൈഖുന അലവി ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം വിശുദ്ധമായ ഇസ്ലാമിനെ കലർപ്പില്ലാത്ത രീതിയിൽ, മായം ചേരാത്ത രീതിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനെത്തിയ ദിക്കുകളിൽ അടയാളപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്നുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിലെ ഫുസ്താത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് പോയിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ ചൈനയിലേക്ക്, പിൽക്കാലത്ത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ സ്പെയിനിലേക്ക്, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് അറബിക്കടലിലെ കാറ്റിലും കോളിലും കെട്ടുപോകാതെ അറബികളുടെ പത്തേമാരികൾ, സഹാബത്തിന്റെ പായക്കപ്പലുകൾ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മലബാറിന്റെ തീരത്തേക്ക് ഹിപ്പലോസ് കാറ്റിന്റെ വേഗതയിൽ കപ്പലോട്ടിയാൽ 1435 നാഴിക ദൂരം 40 ദിവസത്തെ പായക്കപ്പൽ സഞ്ചാരത്തിലൂടെ അറബികളുടെ അന്നത്തെ പായക്കപ്പലുകൾ മലബാറിന്റെ തീരത്ത് വന്ന് നങ്കൂരമിട്ടിരുന്നു എന്ന് വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ദീനിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. തലമുറകളായി കൃത്യമായി കലർപ്പേതുമില്ലാതെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ മതത്തിന്റെ മേൽവിലാസത്തിൽ പിഴച്ച ആശയധാരകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴും, ഖവാരിജിസം കടന്നു വന്നപ്പോഴും, മുഅ്തസിലത്ത് കടന്നു വന്നപ്പോഴും, മുജസ്സിമത്ത് കടന്നു വന്നപ്പോഴും, ജബരിയത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോഴും, ഖദരിയാക്കൾ രംഗപ്രവേശനം ചെയ്തപ്പോഴും ഇസ്ലാമിക ലോകം അത്തരത്തിലുള്ള കാലുഷ്യമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം ആ വൈകല്യങ്ങളിൽ നിന്ന് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ലാ യഖ്ദുലുഹും മൻ യുഖാലിഫുഹും ഹത്താ യഅതിയ അംറുല്ലാഹ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കാലമേറെ കഴിയുമ്പോൾ മൻ യഇശ് മിൻകും ബഅദി സയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ കാലശേഷം മതമേൽവിലാസത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പിഴച്ച ആശയധാരകൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ആരൊക്കെ പ്രത്യക്ഷപ്പെട്ടാലും എന്റെ ഉമ്മത്തിൽ നേരിന്റെ പതാകവാഹകരായ, സത്യത്തിന്റെ ധ്വജവാഹകരായ, നേരിന്റെ വക്താക്കളായ ഒരു വിഭാഗം നിലനിൽക്കുക തന്നെ ചെയ്യും. ലാ യഖ്ദുലുഹും മൻ യുഖാലിഫുഹും ഹത്താ യഅതിയ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ, ആകാശം പൊട്ടിപ്പിളരുന്നതുവരെ, ഭൂമി പ്രകമ്പനം കൊള്ളുന്നതുവരെ, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്നതുവരെ, ഈ ലോകം അതിന്റെ പരിസമാപ്തിയിൽ കടക്കുന്നതുവരെ നേരിന്റെ വക്താക്കളായി ഏത് കാലുഷ്യം നിറഞ്ഞ ആടിയുളയുന്ന കാലാവസ്ഥകളിലും സത്യം തുറന്നു പറയാൻ ചങ്കൂറ്റമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയധാരയിൽ ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പക്വതയുള്ള ഒരു നേതൃത്വം, ഒരു ത്വായിഫത്ത് എല്ലാ കാലത്തിലും ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ലോക ചരിത്രത്തിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞ വൈകല്യ പ്രസ്ഥാനങ്ങളെല്ലാം കടന്നു വന്നപ്പോഴും നേർരേഖ ഒരു മുഹമ്മദിയ ഉമ്മത്തിന്റെ മുഖ്യധാര, ലാ തജ്തമിയു ഉമ്മത്തി അലാ ദലാല, എന്റെ ഉമ്മത്ത് ദലാലത്തിന്റെ മേൽ ഏകോപിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാര എല്ലാ കാലഘട്ടത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിലായിട്ടാണ് സഞ്ചരിച്ചത്. അധികാരികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ സ്പോൺസർ ചെയ്തിരുന്ന മുഅ്തസിലത്ത് പോലെയുള്ള അപകടകരമായ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോൾ പോലും സമ്പത്തിന്റെ പിൻബലത്തിലോ അധികാരത്തിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ടോ ലോകത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയെ ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലേക്ക് വന്നാലും ഈ കാലയളവിലൊന്നും ഈ പറയപ്പെട്ട വൈകല്യങ്ങളുള്ള പ്രസ്ഥാനങ്ങളെ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരാൻ പ്രബുദ്ധരായിരുന്ന നിഷ്കാമകർമ്മികളായിരുന്ന
മഹാന്മാരായിരുന്ന മഹാരഥന്മാരായിരുന്ന കേരളത്തിൽ കഴിഞ്ഞുപോയിരുന്ന ഉലമാ അനുവദിച്ചിരുന്നില്ല. അവർ ഈ സമുദായത്തിന് കൃത്യമായ ദിശാബോധം നൽകി. മഹാരഥന്മാരായ മഖ്ദൂമി പാരമ്പര്യത്തിലൂടെ, അതിനുശേഷമുള്ള ഉലമാഇന്റെ പാരമ്പര്യത്തിലൂടെ, മമ്പുറം തങ്ങളെ പോലെ, ഉമർ ഖാദിയെ പോലെ, സയ്യിദ് ഫസൽ ഫുക്കോയ തങ്ങളെ പോലെ ഈ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഉലമാ, കോഴിക്കോട്ടെ ഖാദിമാർ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ ജിഫ്രി കുടുംബം, മറ്റു സാദാത്ത് കുടുംബങ്ങൾ, അവരെല്ലാം ഈ സമുദായത്തിന് കൃത്യമായ ദിശ നിർണയിച്ചു കൊടുക്കുകയും ഈ സമുദായത്തിന്റെ ആത്മീയമായ പരിസരങ്ങളിൽ ഒരു നിലക്കുമുള്ള വൈകല്യങ്ങളെ, ഒരു നിലക്കുമുള്ള പുഴുക്കുത്തുകളെ അനുവദിച്ചു കൊടുക്കാത്ത രീതിയിൽ ഓട്ടകെട്ടി സംരക്ഷിച്ചു വന്നു എന്നുള്ളതാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശുഭോദർക്കമായിരിക്കുന്ന കാര്യം. എന്നാൽ കേവലം ആത്മീയമായ ദിശാബോധം നൽകുക എന്നുള്ളിടത്ത് പരിമിതപ്പെട്ട് കിടക്കാതെ ഈ നാടിന്റെ ബഹുസ്വരതയോടുകൂടെ ചേർന്ന് നിന്ന പാരമ്പര്യമാണ് സൂഫി ഇസ്ലാമിന്റെ പാരമ്പര്യം, മഖ്ദൂമിയ പാരമ്പര്യം, കേരളത്തിലെ സുന്നി ഐഡിയോളജിയുടെ പാരമ്പര്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഉത്തരേന്ത്യ നമ്മൾ എടുത്തു നോക്കിയാൽ, അവിടങ്ങളിലെല്ലാം ഇസ്ലാമിക ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജവംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ 1400 കൊല്ലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ ഉണ്ടായ മുസ്ലിം ഭരണം ഏതാണ് എന്ന് പരിശോധിച്ചു നോക്കിയാൽ ആകെ ഒരു പക്ഷേ കണ്ടെത്താൻ സാധിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അറക്കൽ കേന്ദ്രമായിട്ടുള്ള അറക്കൽ രാജവംശം മാത്രമാണ്. അത് തന്നെ കുറഞ്ഞ കാലം ഒരു ഇട്ടാവട്ടത്ത് മാത്രമാണെങ്കിൽ അത് മാറ്റി നിർത്തിയാൽ കേരളത്തിന്റെ 1400 വർഷത്തിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാലും അവിടെ ഒരു മുസ്ലിം ഭരണകൂടം ഉണ്ടായിട്ടില്ല, വേറെ ഒരു മുസ്ലിം രാജവംശം ഉണ്ടായിട്ടില്ല. എന്നാലോ ആ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ മുസ്ലിമീങ്ങൾ അധിവസിച്ചിരുന്നു. മഹാരഥന്മാരായ മഖ്ദൂമുമാരെ പോലെയുള്ള സാത്വികരായ ഉന്നത ശീർഷരായ നേതൃത്വത്തിലുള്ള മഹാരഥന്മാര് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയിരുന്നു. അപ്പോഴെല്ലാം ഈ രാജ്യത്തിന്റെ സ്വച്ഛന്തമായ ഭാവത്തിന്റെ കൂടെ സഞ്ചരിക്കുക എന്ന സമീപനമാണ് നമ്മുടെ ഉലമാ തീരുമാനിച്ചത്. ഇവിടെയുള്ള ഹൈന്ദവ രാജാക്കന്മാരെ അട്ടിമറിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെയുള്ള ഹൈന്ദവ രാജാക്കന്മാർക്ക് സർവ്വ പിന്തുണയും നൽകി ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകിയ പാരമ്പര്യമാണ് കേരളത്തിലുള്ള മുസ്ലിം പാരമ്പര്യം എന്നുള്ളത്. എന്ന് മാത്രമല്ല, പലപ്പോഴും സാമൂതിരിയുടെ രാജ്യം അപകടത്തിൽപ്പെട്ടപ്പോൾ 1498 വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കടന്നു വന്നിട്ട് ഈ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയെ ചൂഷണം ചെയ്യാൻ, കൊള്ളയടിക്കാൻ ശ്രമിച്ച കാലഘട്ടത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ തീച്ചൂളയിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രേരിപ്പിച്ചതും അതിനു വേണ്ടിയിട്ട് തഹ്രീറു അഹ്ലിൽ ഈമാനി അലാ ജിഹാദി അബദത്തി സുൽത്താൻ പോലെയുള്ള ഗ്രന്ഥരചനകൾ നടത്തിയത് അതിക്കിയ എഴുതിയ അതേ കരങ്ങൾ കൊണ്ട്, മുർഷിദുൽ എഴുതിയ അതേ കരങ്ങൾ കൊണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തഹ്രീറു അഹ്ലിൽ ഈമാൻ എഴുതുകയാണ്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ശാഫിഈ ഫിഖ്ഹിലെ ഏറ്റവും പ്രാമാണികമായ പ്രാഥമികമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാകുന്ന ഫത്ഹുൽ മുഈൻ എഴുതിയ അതേ കരങ്ങൾ കൊണ്ട് തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാരിൽ മുർതഖാദീൻ എന്ന് പറയുന്ന ഗ്രന്ഥരചന നടത്തുകയാണ്. മുഹീദ്ദീൻ മാല എഴുതിയ അതേ കരങ്ങൾ കൊണ്ട് തന്നെ മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന സമരകാവ്യം രചിക്കുകയാണ്. ഒരേ സമയം മുസ്ലിം സമുദായത്തിന് ആത്മീയമായ നേതൃത്വം നൽകുകയും അതേസമയം ഈ ഉമ്മത്തിന്റെ രാഷ്ട്രീയ സാമൂഹികമായ കെട്ടുറപ്പിന് പോറലേൽക്കാത്ത രീതിയിൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയോടുകൂടെ ചേർന്ന് നിന്ന് ഈ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന നിലപാടാണ് സുന്നി ഐഡിയോളജിയുടെ പാരമ്പര്യം എന്നുള്ളത്. അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ 100 വർഷത്തിന്റെ പൂർണ്ണതയിലേക്ക് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കടന്നു പോകുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, ഈ 100 വർഷത്തെ മുശാവറയുടെ മിനുട്സുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ മുതൽ ഇന്ന് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെയുള്ള അതിന്റെ പ്രസിഡന്റുമാരെ പരിചയപ്പെടുത്തിയാൽ, അവരുടെ പ്രസ്താവനകൾ പരിശോധിച്ചു നോക്കിയാൽ, അവരുടെ പ്രസംഗങ്ങൾ അവലോകനം ചെയ്തു നോക്കിയാൽ എന്തിലേറെ പറയണം, അവർ നടത്തിയ സ്വകാര്യ സംഭാഷണ
പ്രഭാഷണങ്ങളിൽ പോലും ഒരിക്കൽ പോലും ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ പോറലേൽപ്പിക്കുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് പോലും ഒരാൾക്കും എടുത്തുയർത്തി കാണിക്കാൻ സാധ്യമല്ല. ഈ നാട്ടിലുള്ള സഹോദര സമുദായത്തിന്റെ ഹൃദയങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പോലും ഇക്കാലം അത്രയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് വന്നതായി ഒരാൾക്കും ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഈ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ സന്ദേശങ്ങൾ ഈ കേരളീയ ജനതയ്ക്ക് ലോകത്തിന്റെ കൈമാറുന്നതിന്റെ ഭാഗമായിട്ട് ഡിസംബർ മാസത്തിൽ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കന്യാകുമാരിയിലെ നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെ നടത്തിയ സന്ദേശ ശതാബ്ദി സന്ദേശ യാത്രയിൽ മഹാനവറുകൾ ഇവിടെയുള്ള ഭരണകൂടങ്ങളോട്, ഇവിടെയുള്ള മാധ്യമങ്ങളോട്, തന്നെ കാത്തിരുന്ന ബഹുജന വിശ്വാസികളോട് പറഞ്ഞു വെച്ചതിന്റെ ആകെ തുകയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഇവിടെ എല്ലാ മതവിഭാഗത്തിനും ജീവിക്കാൻ സ്വസ്ഥതയോടുകൂടെ കഴിയാൻ നമ്മുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി സർവ്വമത വിശ്വാസികൾക്കും അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന ബന്ധിതമായ ജീവിതം സ്വസ്ഥമായിട്ട് നയിക്കാനുള്ള ചുറ്റുപാടുണ്ടാകണമെന്നാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രം വേണ്ടിയല്ല, എല്ലാ ജനവിഭാഗത്തിനും ഇവിടെ സ്വസ്ഥതയോടുകൂടെ അധിവസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ്. ഞാൻ ഈ വിഷയം പിന്നെയും പിന്നെയും ഊന്നിപ്പറയാനുള്ള കാരണം, നിങ്ങളുടെ ജില്ലയായ മലപ്പുറം ജില്ലയെ പോലും അവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട കീഴാള സ്വത്വത്തിലുള്ളവർക്ക് ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയാത്ത വിധം മുസ്ലിം മെജോറിറ്റി അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്ന് സമൂഹത്തിൽ നിരന്തരമായ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഈ ജില്ലയിലെ തന്നെ ജനാധിപത്യ ജനായത്ത വ്യവസ്ഥകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മതം പരിശോധിച്ചു നോക്കിയിട്ട് കേരളീയ സമൂഹത്തിന് പരിചയമില്ലാത്ത വിധം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മതധ്രുവീകരണം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് അപകടകരമായ പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ ഈ നാട്ടിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതത്തെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇന്ന ലിസാനൽ മുഅ്മിനി വറാഅ ഖൽബിഹി ഇദാ അറാദ അൻ യതകല്ലമ ബിശൈഇൻ തദബ്ബറഹു ബിഖൽബിഹി സുമ്മ അംലാഹു ബിലിസാനിഹി. വിശ്വാസിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, വിശ്വാസിയുടെ ജീവിത രീതി എന്ന് പറയുന്നത് അവന്റെ നാവ് അവന്റെ ഖൽബിന്റെ പിറകിലായിരിക്കണം. ഇദാ അറാദ അൻ യതകല്ലമ ബിശൈഇൻ തദബ്ബറഹു ബിഖൽബിഹി സുമ്മ അംലാഹു ബിലിസാനിഹി. പറയുന്നതിന്റെ മുമ്പ് ആദ്യം ഖൽബ് കൊണ്ട് ആലോചിക്കണം. ഒരു വാക്ക് മതി ഒരു നാട് കലാപത്തിലേക്ക് കടന്നു പോകാൻ, ഒരു വാക്ക് മതി രണ്ട് സമുദായങ്ങൾക്കിടയിൽ സംഘടനകൾ ഉണ്ടാകാൻ, ഒരു വാക്ക് മതി മനുഷ്യരുടെ ഇടയിലുള്ള വിശ്വാസ്യതയും സ്നേഹത്തിന്റെ പട്ടുനുള്ളിയ ബന്ധങ്ങളും മറത്തു മാറ്റപ്പെടാൻ. അതിൽ ജാഗ്രത ഉണ്ടാകണമെന്നുള്ളത് ഇസ്ലാമിന്റെ എല്ലാ കാലങ്ങളിലെയും പാഠമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ സന്ദേശമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തെ പരസ്പരം തല്ലിക്കുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു പരാമർശവും മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഇസ്ലാമിനെ യഥാർത്ഥ ജീവിത വഴിയായി ആദർശത്തിന്റെ നിലപാടുകളായി സ്വീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും അത്തരം സമീപനമില്ലാത്തത് ഇസ്ലാമിന്റെ നേർപരിച്ഛേദമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട അലവി ഫൈസൽ ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, ഈ 100 വർഷ കാലയളവിന്റെ ഇടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങൾ, അതിന്റെ എടുത്ത നയനിലപാടുകൾ തിരുത്തി പറയേണ്ട സാഹചര്യങ്ങൾ വന്നില്ല എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെയും കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങൾ തിരുത്തേണ്ടി വരാത്തതിന്റെ കാരണം സമസ്തയുടെ ആദർശം യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശമാണ്. യഥാർത്ഥ ഇസ്ലാം എന്നുള്ളത് ദൈവികമായ വ്യവസ്ഥയാണ്. ത്രികാലജ്ഞാനിയായ, സർവ്വലോകത്തെ കുറിച്ചും അറിവുള്ളവനായ, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ ഏകനായ അല്ലാഹുവാണ് ഈ ലോകത്തെ ക്രമപ്രവൃത്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന രീതിയിൽ ഇസ്ലാം എന്ന് പറയുന്ന ജീവിത പദ്ധതിയെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാം കാലഹരണപ്പെടുകയില്ല. ഇസ്ലാം സാർവകാലികമാണ്, ഇസ്ലാം സാർവജനീനമാണ്. ആ ഇസ്ലാമിനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജീവിത വഴിയായി അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രമാണമായി മുന്നോട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് സമസ്തയുടെ നിലപാടുകളെയും ഈ ഒരു നൂറ്റാണ്ടിന്റെ ഇടയിൽ തിരുത്തി പറയേണ്ട സാഹചര്യങ്ങൾ വരാത്തത് ഇസ്ലാം സമ്പൂർണമായതുകൊണ്ടാണ്, ഇസ്ലാം പൂർണ്ണത പ്രാപിച്ചതുകൊണ്ടാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല. വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ നാട് കടന്നുപോകുന്ന വൈജ്ഞാനികമായ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിലെല്ലാം മൂല്യമുള്ള വിദ്യ
വിദ്യാഭ്യാസം സമൂഹത്തിന് നൽകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 11,080 പരം മദ്രസകളിൽ മഹത്തായ സമസ്ത പഠിപ്പിച്ചത് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണം എന്ന് മാത്രമല്ല, വിശുദ്ധമായ റമദാനിന്റെ പിറചന്ദ്രൻ ദൃശ്യമായാൽ നിങ്ങൾ വ്രതാനുഷ്ഠാനം നടത്തണം എന്ന് മാത്രമല്ല, വിശുദ്ധമായ മക്കയിൽ കടന്നു ചെന്ന് കഅബ ദേവാലയത്തെ പ്രദക്ഷിണം ചെയ്ത് നിങ്ങൾ ഹജ്ജ് കർമ്മം നടത്തണം എന്ന് മാത്രമല്ല, സ്ഥലകാല ഭിത്തിതമായ ആചാരങ്ങളുടെ കേവല അനുഷ്ഠാനങ്ങളുടെ തത്വസംഹിത മാത്രമല്ല വിശുദ്ധമായ ഇസ്ലാം, അതോടൊപ്പം മനുഷ്യന്റെ പ്രപഞ്ചത്തിന്റെ ജീവിതഗന്ധിയായ മതമാണ് വിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്ന കൂട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ, ഈ കഴിഞ്ഞ നൂറ്റാണ്ടൊന്നിൽ മഹത്തായ സമസ്ത കേരളത്തിലെ മുഖ്യധാരയോട് ചേർന്ന് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന് നൽകിയ അധ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അധ്യാപനം രാജ്യസ്നേഹത്തെ കുറിച്ചാണ്. ഹുബ്ബുൽ വതൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗം പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറ്റിവെച്ചിട്ടുണ്ട്. ആ പാഠം ആരംഭിക്കുന്നത് നാം ഇന്ത്യക്കാരെന്ന് പറഞ്ഞുകൊണ്ടാണ്. നാം ഇന്ത്യക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ആ ആരംഭം കുറിക്കുന്ന ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാം ഇന്ത്യക്കാരെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സർവനാമത്തിൽ, ആ പ്രണോണിൽ ഇവിടെയുള്ള ഹിന്ദു ഉണ്ട്, ഇവിടെയുള്ള മുസ്ലിം ഉണ്ട്, ഇവിടെയുള്ള ക്രിസ്ത്യാനിയുണ്ട്, ഇവിടെയുള്ള ബുദ്ധനുണ്ട്, ഇവിടെയുള്ള ജൈന മതക്കാരനുണ്ട്, ഇവിടെയുള്ള പാഴ്സി മതക്കാരനുണ്ട്, ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളുമുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർവനാമമാണ് വി, നാം എന്നുള്ള പ്രണോൺ. എന്നാൽ പുതിയ കാല ഭരണകൂടങ്ങൾ ആ വിശാലാർത്ഥത്തിൽ നിന്ന് ഒരു ഏകശിലാത്മകമായ സംസ്കാരത്തിലേക്ക് പ്രത്യയശാസ്ത്രപരമായി തങ്ങൾക്ക് വിയോജിപ്പുള്ള മനുഷ്യരെയെല്ലാം അതിൽ നിന്ന് വെട്ടി വെട്ടി ഒഴിവാക്കാനുള്ള വ്യഗ്രതകൾ കാണിക്കുമ്പോൾ NRC-യിലൂടെ, SIR-യിലൂടെ, CAA-യിലൂടെ അവസാനം നിയമത്തിന്റെ നൂലാമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ കുടിലുകൾ പോലും ബുൾഡോസിംഗ് രാജുകൾ നടത്തി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം അരികുവൽക്കരിക്കാൻ അസ്പൃശ്യതാ മനോഭാവത്തോടുകൂടെ പെരുമാറാൻ തുടങ്ങുമ്പോഴും ഇപ്പോഴും സമസ്തയുടെ മദ്രസകളിൽ മഹത്തായ പാഠഭാഗമുണ്ട്. നാം ഇന്ത്യക്കാർ, നാം വ്യത്യസ്ത മതങ്ങളിലുള്ളവർ അധിവസിക്കുന്നവരാണ്, ഈ രാജ്യത്ത് ജീവിക്കുന്നവർ. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. എല്ലാവർക്കും സ്വസ്ഥതയോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് ഫാത്തിഹ കൊണ്ട് തുടങ്ങി സലാത്ത് കൊണ്ട് അവസാനിക്കുന്ന മഹത്തായ മദ്രസയുടെ ഉള്ളറകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാജ്യസ്നേഹത്തിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ കൂടെ പകർന്നു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഈ സമൂഹത്തിന്റെ ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരിക്കൽ പോലും തീവ്രവാദത്തിന്റെ ആരോപണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരെ കടന്നു വരാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന 4-ാം തീയതിയാണല്ലോ നമ്മുടെ സമസ്തയുടെ ഔദ്യോഗികമായ ആ മഹത്തായ സമ്മേളനത്തിന് തുടക്കം കുറിക്കപ്പെടുന്നത്. ഇപ്പോഴതിന്റെ എക്സ്പോ ആരംഭം കുറിച്ചിരിക്കുകയാണ്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ അങ്ങോട്ടുള്ള മനുഷ്യരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ സമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ വെച്ച് നടക്കാനിരിക്കുന്നു. തങ്ങളുടെ നാട്ടിൽ മഹത്തായ സമസ്തയുടെ 100-ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അവിടെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ പോലും അവരുടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വലിയ ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് സമസ്തയുടെ 100-ാം വാർഷികത്തിന് സമ്മേളന പ്രതിനിധികളായി പങ്കെടുക്കാൻ വരുന്ന പ്രിയപ്പെട്ടവർക്ക് മതസൗഹാർദ്ദത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നായകന്മാരെ, സമസ്തയുടെ പ്രവർത്തകരെ കേരളത്തിലെ ഒരു ഹൈന്ദവ ക്ഷേത്ര കമ്മിറ്റിക്ക് ഇത്ര ഊഷ്മളമായ രീതിയിൽ സ്വീകരണം നൽകാനും ഫ്ലക്സുകൾ വെക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് അറിയാമെന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റേതെങ്കിലും മേൽവിലാസത്തിലുള്ള സംഘടനകൾക്ക് ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ ഈ സ്വീകാര്യത ലഭിക്കണമെന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ തുറന്ന പുസ്തകം പോലെ ഈ സമൂഹത്തിന്റെ മുന്നിലുണ്ട്. ആത്മീയമായി ഞാൻ അവസാനിപ്പിക്കുന്നു. ആത്മീയമായി കലർപ്പില്ലാത്ത രീതിയിൽ ഏതൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ വിചാരിക്കും സമസ്ത നമുക്ക് എന്താണ് ചെയ്തത് എന്ന്. നമുക്ക് സമസ്ത ചെയ്ത ഏറ്റവും വലിയ ദൗത്യം ഈ ഒരു നൂറ്റാണ്ടിന്റെ കാലയളവിന്റെ ഇടയിൽ ഏതൊക്കെ തസ്കര കൂട്ടങ്ങൾ കടന്നു വന്നു മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ കാർന്നെടുക്കാൻ. വഹാബിസം കടന്നു
വന്നപ്പോ, ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നപ്പോ, തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നപ്പോ, ഖാദിയാനിസം കടന്നു വന്നപ്പോ, ചേകന്നൂരിസം കടന്നു വന്നപ്പോ, CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ഒറ്റയാൾ പ്രസ്ഥാനങ്ങൾ വൈകല്യത്തിന്റെ വാദഗതികളുമായി ഇസ്ലാമിക പ്രമാണങ്ങളെ വളരെ വിക്ഷുബ്ധമായ അവസ്ഥകളിൽ വൈകല്യങ്ങളോടുകൂടെ വ്യാഖ്യാനിച്ച് രംഗപ്രവേശനം ചെയ്തപ്പോൾ അവരുടെ എല്ലാം പൊയ് മുഖങ്ങളെ ഈ സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ അവരുടെ എല്ലാം വിദഗ്ധമായ ശരവർഷങ്ങളെ ഒരു അയൺ ബോംബ് പോലെ തടഞ്ഞു നിർത്തി ഒരു നൂറ്റാണ്ട് കാലത്തോളം കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന് കോട്ടകെട്ടി കാവലിരുന്നു എന്നുള്ളതാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യത്തിന്റെ നനവിലാണ്, ആ തണലിലാണ് നമ്മുടെ തലമുറകൾ ഇവിടെ അധിവസിച്ചു വന്നത്. നമ്മുടെ വിശ്വാസത്തിന് ഇത്ര ഉറപ്പുണ്ടായത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴികളിൽ ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് തുടരാൻ സാധിക്കുന്നത്. ഇനിയും തലമുറകളിലൂടെ ഈ സന്ദേശം പരന്നൊഴുകണം. നൂറ്റാണ്ടുകളിലൂടെ ഇതൊരു നൂറ്റാണ്ടിൽ തടം കെട്ടി നിൽക്കാനുള്ളതല്ല. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നിന്ന് കടന്നു വന്ന ആദർശം ഈ 2021 എന്ന അല്ലെങ്കിൽ ഈ 21ാം നൂറ്റാണ്ടിൽ തടം കെട്ടി നിൽക്കാനുള്ളതല്ല. ലോകാവസാനം വരെ ഇനിയും സ്വച്ഛന്തമായി ഈ സത്യത്തിന്റെ സന്ദേശങ്ങൾ വഴിഞ്ഞൊഴുകണം. അതിനുള്ള ഊക്കും ഊർജവും സ്വീകരിക്കാൻ, തിരിച്ചറിവിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു വരാൻ ഉതകുന്ന, തിരിച്ചറിവുണ്ടാകുന്ന, അകക്കണ്ണുകൾ തുറക്കുന്ന, ഹൃദയത്തിന്റെ സംതൃപ്തിയുടെ പാരമ്യതയെ പ്രാപിക്കാൻ കഴിയുന്ന മുഹൂർത്തങ്ങളാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗിന്നസ് റെക്കോർഡിലേക്ക് പോലും കയറാൻ പോകുന്ന, ഇന്ന് എഴുതപ്പെട്ട, കണ്ടെത്തപ്പെട്ട ചരിത്രത്തിൽ ഇത്രയും ബൃഹത്തായ ഒരു പ്രതിനിധി ക്യാമ്പ് ഇതുവരെ രേഖപ്പെട്ട് കിടക്കുന്നില്ല എന്നാണ്. 33,313ഓളം ആളുകൾക്ക് വിശുദ്ധമായ ഇസ്ലാമിനെയും ഈ രാജ്യത്തെയും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെയും വളരെ സ്വസ്ഥമായി, വളരെ തന്മയത്വത്തോടുകൂടെ പഠനം നടത്താനും ഗവേഷണങ്ങൾ നടത്താനും പഠന പ്രഭാഷണങ്ങൾ നടത്താനും അത്തരത്തിലുള്ള പഠന ശിബിരങ്ങളിലൂടെ മുന്നോട്ട് പോകാനും അവസാനം ഫെബ്രുവരി 8 ഉദയസൂര്യൻ അസ്തമാന സീമയിലേക്ക് തെന്നി നീങ്ങുമ്പോൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു സിഗനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന നാടിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് സപ്തഭാഷയുടെ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയുടെ മണ്ണിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ ശുഭ്രസാഗരം തീർക്കുമ്പോൾ അഭിമന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ആ മഹാസമ്മേളനം അതിന്റെ പരിസമാപ്തിയിലേക്ക്, അതിന്റെ സായാഹ്ന സന്ധ്യയിലേക്ക് കടന്നു പോകുമ്പോൾ ആ മുബാറക്കായ മജ്ലിസിൽ, ആ മുബാറക്കായ സംഗമത്തിൽ ഒരു ബിന്ദുവായി എലിഞ്ഞു ചേരാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാകണം, നമ്മൾ ഉണ്ടാകണം, നമുക്ക് തൗഫീഖ് ഉണ്ടാകണം, അള്ളാഹുവിനോട് തേട്ടമുണ്ടാകണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെയുള്ള പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ ഈ ഉദ്യമത്തെ അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും നന്ദികളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂർവസൂരികൾ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ പുണ്യപതാക ഇടനെഞ്ചിന്റെ മിടുക്ക് തീരുന്നത് വരെ നെഞ്ചോട് ചേർത്ത് വെക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമാപന ഭാഷണം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അയ്യൂബ് സഖാഫി പള്ളിപ്പുറം ഉസ്താദ് അവർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ദാരിമി, മഹല്ല് കാരണവന്മാർ, അബ്ബാസ് സാഹിബ്, മൂസക്കുട്ടി സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ അബ്ദുൽ വാരി അൻവരി, നമ്മളിവിടെ ആദരവ് നൽകുകയും അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും ചെയ്ത ബഹുമാനപ്പെട്ട അലവി ഫൈസി, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സത്യവിശ്വാസികൾ, വളരെ പ്രൗഢമായതും പഠനാർഹമായതുമായ 3 പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. സദസ്യർ മുഴുവനും ചെവി കൂർപ്പിച്ച് കേട്ടിരുന്ന് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച 3 പ്രഭാഷണങ്ങൾ. അല്ലാഹു നമ്മുടെ
ദീനീ പ്രബോധകർക്ക് തൗഫീഖും കഴിവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനിയൊരു പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല എന്ന് നിങ്ങളെക്കാൾ എനിക്കറിയാം. ഇവിടെ ഒരുപാട് മുദരിസന്മാര് ദർസ് നടത്തിയിട്ടുണ്ട്. അതിൽ 2 പേര് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകുന്ന പ്രത്യേകമായ ആദരവിന്റെ ചടങ്ങാണ്. അതിലെങ്ങനെ ഞാൻ കയറിക്കൂടി എന്നത് എനിക്ക് പോലും ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. വേറെയും കുറെ മുദരിസന്മാരോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ ആളുകൾ, അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു തോന്നലാണ് അയാളെയും കൂടിയും വിളിക്കാം. അത് ഞാനും ഈ മഹല്ല് നിവാസികളായ നിങ്ങളുമായുള്ള അഭേദ്യമായ വെട്ടിമുറിച്ചാൽ മുറിയാത്ത വല്ലാത്തൊരു ബന്ധത്തിന്റെ പേരിലാണ് എന്നും നമുക്കറിയാം. അള്ളാഹു നമ്മുടെ സ്നേഹങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ ബർക്കത്ത് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ മുഖമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പൊതുസമൂഹം കരുത്തു പകരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അവസരത്തിലൂടെയാണ് നമ്മളൊക്കെ നീങ്ങുന്നത്. സമസ്തയുടെ കൂടെ നിന്ന് അതിന്റെ അജയ്യത തെളിയിക്കാനും വിശുദ്ധ ദീനിന്റെ യശസ് സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിക്കാനും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശവും അതാണ്. കാരണം അഷ്റഫുൽ വറാ സയ്യിദുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മെ ഉത്ബോധിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന ശൈത്താന ഖദ് ഐസ അൻ യഅബുദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ് വലാകിൻ ഫി തഹരീശി ബൈനഹു. ഇത് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ കോറിയിടേണ്ട ഒരു ചെറിയ ഹദീസാണ്. പിശാച് അവന്റെ മിനിമം ലക്ഷ്യം, അവന്റെ പദ്ധതി മുസ്ലിം സമൂഹം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന പ്രവണതയിൽ നിന്ന് മാറി അവന്റെ മുന്നിൽ തലകുനിക്കണം എന്നതാണ്. അവന്റെ പ്രവർത്തനത്തിന്റെ അജണ്ട തന്നെ അതാണ്. പക്ഷെ ആ വിഷയത്തിൽ അവൻ നിരാശനാണ്. ഒരിക്കലും മുസ്ലിം ഉമ്മത്തിനെ തന്റെ മുന്നിൽ തലകുനിക്കാനോ ഷിർക്കിന്റെ കുഫറിന്റെ പാതകളിൽ, നിഫാഖിന്റെ ഫിസ്ഖിന്റെ പാതകളിൽ സ്ഥിരമായി സഞ്ചരിക്കാനോ അവരെ കിട്ടില്ല എന്ന് അവൻ അറിയാം. ഇവിടെയുള്ള പുത്തനാശയക്കാരും മുഖത്തതെഴിങ്ങളും നമ്മെ കുതിര കയറി നമ്മെ ആക്ഷേപിക്കുന്നത് പോലെയല്ല കാര്യം. ഒരിക്കലും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെക്കുറിച്ച് ഭയക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ മേലിൽ അവർ അടിച്ചേൽപ്പിക്കുന്നത്. ഇന്നി ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ. വേറൊരു ഹദീസാണ്, ഒരിക്കലും നിങ്ങളൊക്കെ ശിർക്ക് ചെയ്യുമെന്ന ഭയമേ എനിക്കില്ല. കാരണം മുവഹിദീങ്ങളായ ആളുകൾ എങ്ങനെ മുശ്രിക്കീങ്ങളാവാനാ? പക്ഷെ നാഴികക്ക് 40 വട്ടം വിളിച്ചു കൂവുകയാണ് ഇവിടുത്തെ മുഖത്തത്. പ്രത്യേകിച്ച് വഹാബി എന്ന് പറയുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവര് വഹാബി എന്ന പേര് പറയാനോ അത് കേൾക്കാനോ താല്പര്യപ്പെടില്ല. കുറച്ചു കാലം അവര് മുജാഹിദുകൾ എന്ന് പറഞ്ഞു നോക്കി. പിന്നെയും അത് പന്തിയല്ല എന്ന് തോന്നിയപ്പോൾ ആ പേര് മാറ്റി. എവിടെയും മുജാഹിദ് എന്ന് അവരുടെ പോസ്റ്ററുകളിലോ ചുവരെഴുത്തുകളിലോ അവരുടെ പ്രസ്താവനകളിലോ പ്രസംഗങ്ങളിലോ ഒന്നും കാണാൻ കഴിയില്ല. കാരണം അതൊരു പ്രത്യേക തീവ്രവാദ വിഭാഗമാണ് എന്ന് ഡിക്ഷണറികളിൽ പോലും രേഖപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തങ്ങളുടെ മേൽ തീവ്രവാദ ചാപ്പ കുത്തപ്പെടുമോ എന്ന് പേടിച്ച് അവർ സലഫികൾ എന്ന പുതിയ പേരിലേക്ക് മാറുക ചെയ്തു. എന്നാൽ ആരാണ് സലഫികൾ? കുല്ലു ഖൈരിൻ ഫി ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫി ഇബ്തിദാഇ മൻ ഖലഫ്. സലഫി എന്ന പേരാണ് ഏറ്റവും വലിയ ബിദ്അത്ത്. സലഫ് സാലിഹിനെ പിൻപറ്റലാണ് ഏറ്റവും ഖൈറായ വഴി. പിൽക്കാലത്തുള്ള ആളുകൾ തിരുമറി നടത്തിക്കൊണ്ട് ഉണ്ടാക്കിയ പുതിയ ചിന്താഗതികളാണ് ഏറ്റവും വലിയ ദുഷ്കരവും ദുർഘടവും പിടിച്ച ദുഷിച്ച മാർഗം. മുസ്ലിം ഉമ്മത്തിന് അതിന് കിട്ടൂലെന്ന് കണ്ടപ്പോൾ അവർ നേരെ സലഫി എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട്. സലഫി മസ്ജിദ്, സലഫി സമ്മേളനം എന്ന പേരില്ല. അപ്പോ സലഫു സാലിഹീങ്ങളുടെ ഭാഗത്ത് അവരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള കുൽസിതമായ ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ അതൊന്നും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരാക്ഷേപിക്കുന്നത് പോലെ നമ്മെക്കുറിച്ച് പേടിച്ചിട്ടില്ല. മുത്തനബി പേടിച്ച 1-2 കാര്യങ്ങളാണ്. ഒന്ന്, പണം വർദ്ധിക്കുന്ന സമയത്ത് ദീനിനെ തിരസ്കരിക്കുകയും അള്ളാഹുവിനെ മറന്നു പോവുകയും ചെയ്യുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, തഹരീഷ് നടത്തുന്നതിനെ കുറിച്ചുള്ള ഭയം.
പിശാച് അവനെ ആളുകൾ ആരാധിക്കുന്ന കാര്യത്തിൽ നിരാശനായപ്പോൾ വലാകിൻ ഫിത് തഹ്രീശി ബൈനഹും, ആളുകൾക്കിടയിൽ പോരുണ്ടാക്കാനുള്ള ശ്രമമാണ് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭിന്നിപ്പിക്കുക, അവർക്കിടയിൽ പോരും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടാക്കുക. തഹ്രീസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് കോഴികളെ തമ്മിൽ പോരടിപ്പിക്കുന്നതിനാണ് പറയാ. രണ്ട് പൂവൻ കോഴികളെ പരിശീലിപ്പിച്ച് തമ്മിൽ കൊത്തിപ്പിച്ച് അവരുടെ ഊർജവും അവരുടെ ആവേശവും ആരോഗ്യവും മുഴുവനും നശിപ്പിച്ച് ക്ഷീണിച്ച് പരവശരായി പോകുന്നൊരവസ്ഥ. ഈ ഒരു സാഹചര്യം മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കി തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് പിശാച് ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിശാച് എന്ന് പറയുമ്പോൾ മിനൽ ജിന്നത്തി വന്നാസ്, പല രൂപത്തിലും പിശാച് വരുമല്ലോ, പല രൂപങ്ങളിലും വേഷം കെട്ടി വരും. അങ്ങനെ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കും. അതിന്റെ പിന്നിൽ ഏറ്റവും വലിയ ഹിഡൻ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്ന ഇവിടുത്തെ പുത്തനാശയക്കാരാണ്. അത് ഇന്നവര് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരുടെ വിഷയത്തിൽ കണക്കാണ്. മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, എന്നിട്ട് വടക്കാക്കി തനിക്കാക്കി, കുളം കലക്കി മീൻ പിടിക്കും. ഈ ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ അതിശക്തമായ ഒരു സമരനിര തീർത്ത് ഉമ്മത്തിനെ എന്നും കാവൽ കോട്ടയിലായി മറ്റു പക്ഷികൾ, ശത്രു വിഭാഗങ്ങൾ വന്ന് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തള്ളക്കോഴി അതിന്റെ ചിറകുകൾ വിടർത്തി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ സുരക്ഷയൊരുക്കുകയും പിന്നെയും എതിരാളികൾ വരുന്ന സമയത്ത് തള്ളക്കോഴി അതിന്റെ പല്ലും നഖവും ഉപയോഗിച്ച് അവർ മുഴുവനും കൊത്തിപ്പാറിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറില്ലേ? എന്നതുപോലെ നമുക്ക് എല്ലാവർക്കും ഒതുങ്ങിക്കൂടാൻ പറ്റിയ സുരക്ഷിതമായ ചിറകുകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ടുള്ള ഈ സംവിധാനം. ഇതൊരു വിഭാഗമല്ല, ഇതൊരു പാർട്ടിയല്ല. ഇവിടെ 3 പ്രസംഗങ്ങളിൽ ഊന്നി പറഞ്ഞൊരു കാര്യമാണ്. അഷ്റഫുൽ ഖുറാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മളിലേക്ക് പൈതൃകമായി കൈമാറി കിട്ടിയ വിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന്റെ ഒരാധുനിക നാമമാണ് സമസ്ത. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ കടന്നുവിടാൻ പാടില്ല. ഇപ്പൊ മഹല്ലുകളിലും മറ്റിടങ്ങളിലൊക്കെ വേദനാജനകമായ അന്തരീക്ഷങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മളിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക, മഹല്ല് ഭരണാധികാരികൾക്കിടയിലും മഹല്ല് നിവാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക, മഹല്ല് നിവാസികൾക്കിടയിൽ തന്നെ വിവിധ ചേരികളും വിഭാഗങ്ങളും ആക്കിയിട്ട് നമുക്കിടയിൽ വിഘടനവും നമുക്കിടയിൽ വിഭാഗീയതയും സൃഷ്ടിക്കപ്പെടുക. പഴയകാലത്ത് പൂർവികരായ കാരണവന്മാരും ഉമറാക്കളും ഉലമാക്കളും ഒക്കെ ഒത്തുചേർന്ന് നമ്മുടെ മഹല്ലിന് നെടുനായകത്വം നൽകി നമ്മുടെ മഹല്ലുകളെയൊക്കെ ഒരൊറ്റ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി പോയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു യശസ്സും ഇസ്സത്തൊക്കെ എങ്ങോ പോയി മറഞ്ഞു. പൂക്കോട്ടൂരുകാരാണല്ലോ നമ്മൾ. പിള്ളാരാന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂരിനടുത്ത സ്ഥലമാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ സായുധ കലാപമെന്ന് നമുക്കറിയാം. ഒരുപാട് ആളുകൾക്ക് ആളനഷ്ടമുണ്ടാവാനും എതിർചേരിയിലുള്ള ഒരുപാട് സായിപ്പന്മാർ വെട്ടിനുറുക്കപ്പെടാനും അവരുടെ അംഗബലത്തിൽ ഒരുപാട് കുറവുണ്ടാവാനും അവർക്ക് പേടിയുണ്ടാവാനും വലിയ കാരണമായത് മലബാറിലെ മാപ്പിളമാരുടെ അതിശക്തമായ കായികമായ മുന്നേറ്റമാണ്. അതുകൊണ്ടാണല്ലോ അവരെ പിന്നീട് വന്ന് മലപ്പുറത്ത് തമ്പടിച്ച് അവരെയൊക്കെ പിടിച്ചുകൊണ്ടായി അന്തമാനിലേക്കും മറ്റൊക്കെ നാട് കടത്തിയത്. അന്തമാനിലും മറ്റൊക്കെ പൂക്കോട്ടൂരും മലപ്പുറം മഞ്ചേരിയൊക്കെ വരാനുള്ള കാരണം അതാണ്. അവരിവിടുത്തുകാരാണ്. അവരവിടെ കൊണ്ടുപോയിട്ട് അധിവസിപ്പിച്ചപ്പോഴുണ്ടായ, എന്നിട്ടും അവർക്ക് പിറന്ന നാടിനോടുള്ള ആ ഒരു കൂറും ആ ഒരു അടുപ്പവും അത് പ്രതിഫലിപ്പിക്കാനാ അവരവിടെ പൂക്കോട്ടൂരും മലപ്പുറമൊക്കെ ഉണ്ടാക്കി. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ സമുദായത്തിലുണ്ടായിരുന്ന കെട്ടുറപ്പ്, അന്നത്തെ ആ ഒരു ഇസ്സത്ത് ഇന്നിപ്പോ എന്തോ ഒരു അവസ്ഥയാണ്. ഒരു ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കണ മാതിരി ജീവിതത്തിന് അർത്ഥം തന്നെ നഷ്ടപ്പെട്ടതുപോലെ നമ്മളൊക്കെ എന്തൊക്കെയോ ഒരു കോലങ്ങളായിട്ട് അങ്ങനെ നടക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു പതാക കീഴിൽ, വേറെ വിഭാഗീയതയൊന്നുമില്ല, രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള സംഘടനാപരമായിട്ടൊക്കെ പല രൂപങ്ങളിലും പല ഭേദങ്ങളിലൊക്കെ ഉണ്ടാവാം, പല രാഷ്ട്രീയക്കാരും ഉണ്ടാവാം. പക്ഷെ എന്നാലും മുസ്ലിം ഉമ്മത്തിനൊരു ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് അത് കാത്തു സൂക്ഷിക്കപ്പെടാനും പരിശുദ്ധമായ ദീനിന്റെ യശസ്സ് തലയുയർത്തി കാണിക്കാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ നമ്മൾ നിൽക്കേണ്ട കാലം. നമ്മൾ 2 വിഭാഗങ്ങളായിട്ട് അല്ലെ പല ചിന്താഗതികളായിട്ട് ഒരിക്കലും ചേരി തിരിഞ്ഞു പോകരുത്. വളരെ സങ്കടകരമായ അവസ്ഥകളാണ്. അതിന് വിരാമം കുറിക്കപ്പെടണം. നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവായിട്ട് സമസ്തയുടെ സമ്മേളനത്തിന്റെ സന്ദേശം പറയുമ്പോൾ നമ്മൾ പറയുന്നത് മാത്രം. സമസ്തക്ക് നമ്മൾ ശക്തി കൊടുക്കുക.
അല്ലാത്ത തരങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച് പുതിയ ചിന്താഗതികളിലേക്കൊക്കെ നമ്മൾ പോയാൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു നമ്മൾ ചെയ്ത ഏറ്റവും വലിയ മംഗത്തരായി. സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാൽ നമുക്ക് തോന്നും ചെയ്തത് മഹാവിഡ്ഢിത്തായി പോയി, സമസ്തനൊപ്പം നിന്നാ മതിയായിരുന്നു. കാരണം ഇതിനെയൊക്കെ തിക്തഫല അനുഭവിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. ഒരു നാശം ഇവിടെ വരുമ്പോ, അള്ളാഹു വാനലോകത്തിൽ നിന്ന് വിപത്തിറക്കുമ്പോ അത് അക്രമികളായ ആളുകളെ മാത്രമല്ല ബാധിക്കുക, അവരെ മാത്രമല്ല പിടികൂടുക, എല്ലാ ആളുകൾക്കും അത് വരും. കാലിൽ ഉറുമ്പ് അരിച്ചു കയറുമ്പോൾ ഒരു ഉറുമ്പ് മാത്രമേ കടിച്ചിട്ടുണ്ടാവും, മൊത്തം ഉറുമ്പിനെ നമ്മൾ ഒഴിഞ്ഞു കളയും, അതിൽ കുറെ എണ്ണം ചത്തുപോയിട്ടുണ്ടാവും. എന്നതുപോലെ അള്ളാഹുവിന്റെ വിനാശകരമായ വിപത്തുകൾ ഇറക്കപ്പെടുന്ന സമയത്ത് അത് എല്ലാവരെയും ബാധിക്കും. അത് ഹബീബ നബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ഹബീബ് സംശയം ചോദിച്ചു, അതിന് മറുപടിയൊക്കെ നമ്മൾ കേട്ടതും പഠിച്ചു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, വിശുദ്ധ ദീന് അതിന്റെ ആദർശ സംരക്ഷണമാണ് സമസ്തയുടെ ലക്ഷ്യം. അതല്ലാത്തൊരു ലക്ഷ്യം സമസ്തക്കില്ല. അതിലെല്ലാ ആളുകളുണ്ട്, പല ചിന്താഗതിക്കാരും ഉണ്ടാവും, പല വിഭാഗക്കാരും ഉണ്ടാവും. പക്ഷെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, ഇവിടെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടൊക്കെ നമുക്കൊരു ഇസ്സത്തുള്ള ഒരു നാടാണ്. ഈ നാട്ടിൽ നമുക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനാണ് പിശാച് കാര്യമായ ശ്രമം നടത്തുന്നത്. മലപ്പുറം തകർന്ന പിന്നെ കേരളം തകർന്നു. ഇപ്പൊ ദർസി മേഖലയിൽ ഞാനൊക്കെ മലപ്പുറം ജില്ലാ ജമിയത്തുൽ മുദരിസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽപ്പെട്ട ഒരാളായതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ എനിക്കറിയാം. ദർസി മേഖലയിൽ ഏറ്റവും കൂടുതൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ജില്ല മലപ്പുറം ജില്ലയാണ്. മറ്റുള്ളിടത്തൊക്കെ നാമമാത്രമായ ദർസുകളായി പോയിട്ടുണ്ട്. മദ്രസ മേഖലയിൽ ഏറ്റവും മേലെ തഹിയ്യ ഫണ്ടിന്റെ വിഷയത്തിലൊക്കെ മലപ്പുറം മുന്നിട്ട് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ എല്ലാ വിഷയത്തിലും മതകീയമായ ചുറ്റുപാടുകൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലക്ക് ഒരു തലയെടുപ്പുണ്ട്. അത് തകർന്നു പോയാൽ ബാക്കിയൊക്കെ തീരും. അപ്പൊ ആ തകർച്ചയിലേക്കാണ് ശത്രുക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന മുബത്തദിഈങ്ങളാണ്. വിദഅത്തുകാരുടെ ഈ കുൽസിതമായ ശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ്, നമുക്കൊരു പഴമുണ്ട്, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളൊക്കെ സുന്നികളാണ്. ആ പരിശുദ്ധമായ ദീനിന്റെ ആശയത്തിൽ നമ്മളൊക്കെ അടിയുറച്ചു നിന്ന് സമസ്തക്ക് പിൻബലം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ അമാന്തം കാണിച്ചാൽ നമ്മൾ തന്നെ ഖേദിക്കുന്ന ഒരു ദുരവസ്ഥ വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ എന്ന് മാത്രം ദുആ ചെയ്യും. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥവുമായ ഞാൻ ഓർക്കുകയാണ്, 10 കൊല്ലം മുമ്പ് ആലപ്പുഴക്ക് നമ്മളൊക്കെ പോയപ്പോൾ അവിടുന്ന് കടപ്പുറത്ത് വെച്ച് ലക്ഷങ്ങൾ കൂടിയ സമ്മേളനത്തിൽ നമ്മളെ നേതാക്കൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇതിന്റെ 100ാം വാർഷികം വരാനിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ 90ാം വാർഷികം മുതൽക്ക് 100ാം വാർഷികം വരെ അതിന്റെ പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ ആവേശത്തോടെ ഈ നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ തക്ബീർ ധ്വനികൾ മുഴക്കി അത് സ്വീകരിച്ച. അന്നിങ്ങനെ ആലോചിച്ചിരുന്നു, കുറച്ച് 10 കൊല്ലം കഴിയണ്ടേ 100ാം വാർഷികമൊക്കെ വരണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. 10 കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള അറിഞ്ഞില്ല. വളരെ പെട്ടെന്ന് അതൊക്കെ മുന്നോട്ട് പോവുകയും ഇപ്പൊ നമ്മളതാ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മണിക്കൂറുകളുടെ അപ്പോ പിന്നെ നമ്മളിവിടെ അങ്ങനെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേ മൂപ്പരോട് ആരോപിച്ചിട്ട് പ്രസംഗം നിർത്തണം എന്നുള്ള എഴുത്തെടുത്തുള്ളൂ. ഇവിടെ തന്നെയാണ് ലേലം വിളിയൊന്നും ഇവിടെ പറ്റില്ല, അതൊക്കെ പിന്നെ ആക്കാന്ന് പറഞ്ഞു. മൂപ്പര് ഐഡിയ മാറ്റി മൂപ്പരോട് പ്രസംഗം നിർത്താനാ പറഞ്ഞു. പക്ഷെ മൂപ്പരോട് ഇവിടെ ലേലം വിളിക്കാനാ എന്ന് വെച്ച് മൂപ്പര് ജനങ്ങളെ മുന്നിൽ അത് ഐഡിയ മാറ്റി എന്ന് പറഞ്ഞാൽ പ്രൂഫിനോടൊന്ന് പറഞ്ഞ് നിർത്താനല്ല കേട്ടോ, ഞാൻ നിർത്തൂലെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പൊ ഏതായാലും പ്രിയമുള്ളവരെ, പരിശുദ്ധമായ സമസ്തയുടെ 100ാമത് വാർഷികത്തിന്റെ തികവിൽ നമ്മളിങ്ങനെ ആവേശത്തോടെ കാത്തു. എന്തൊരു ആവേശം! ഇപ്പോ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്കായിട്ട് ഒരു ദിവസം തുറന്നു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളൊക്കെ സമസ്തയുടെ പിന്നില് അതിന്റെ എക്സ്പോ കാണാൻ വേണ്ടി എത്ര ദൂരങ്ങളിൽ നിന്നാണ്. എന്റെ 2 മക്കൾ പഠിക്കണത് SNECന്റെ വെളിമുക്കിലെ കേന്ദ്ര സ്ഥാപനത്തിലാണ്. 2 മക്കളെ ഞാൻ അവിടെ ചേർത്തു. ആ സ്ഥാപനത്തിൽ 4-5 ബസ്സുകളാണ് പോയിട്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തിൽ നിന്നും നമ്മുടെ സമസ്തയുടെ എക്സ്പോ കാണാൻ പെണ്ണുങ്ങൾക്ക് അവസരം കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ് ഒഴുക്കാണ്. ഇനിയിപ്പോ ആ ദിവസം വരാൻ ഇങ്ങനെ കാത്തിരിക്കുക. നമ്മളൊക്കെ മനസ്സിൽ ഇനിയിപ്പോ ഈ തിങ്കളും ചുമന്നും ഞായറും തിങ്കളും ചുമന്നും ഇല്ലെങ്കിൽ നന്നായിരുന്നു എന്ന് വരെ അത്ര പൂതി ജനങ്ങൾ അങ്ങോട്ട് അടുത്ത് കിട്ടാൻ വേണ്ടി. നേരത്തെ ഇവിടെ മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക. 33,313 എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാമ്പിൽ 3-4 ദിവസം ചടഞ്ഞ് കൂടാൻ ആരെ കിട്ടാനാ? അതിന് തിക്കും തിരക്കുണ്ട്. ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം.
നേരത്തെ പറഞ്ഞല്ല, ഗിന്നസ് റെക്കോർഡിൽ അത് വന്നില്ലെങ്കിൽ പിന്നെ ഏത് വരാനാ? ഒരു സമ്മേളനത്തിൽ 30,000 ആടി കൂടിയെന്നല്ല, അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു പഠന ക്യാമ്പിൽ 1000 10,000 ഒക്കെ കൂടിയേക്കാം. അത് ഒരൊറ്റ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതിന് എന്തെല്ലാം സൗകര്യങ്ങളും സെറ്റപ്പോടെ വേണം. സമസ്തക്ക് ഇത്രയൊക്കെ വലിയ ഭൗതികമായ സംവിധാനവും സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്നുള്ളത് അതൊക്കെ മറ്റുള്ള ആൾക്കാർക്കേ കഴിയുന്ന ഒരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. അതൊന്നുമല്ല, സമസ്തന്റെ ആൾക്കാർക്കും ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിയുന്നുള്ളതിന്റെ വലിയ തെളിവാണ് പുണിയ എന്ന് പറയുന്ന അവിടുത്തെ മഹത്തായ ആ നഗരി. അൽഹംദുലില്ലാഹ് സകല സജ്ജീകരണങ്ങളോടും കൂടി നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ക്യാമ്പിന് പോകാൻ പറ്റിയവർ അതിന് പോവുക. അവിടെ പിന്നെ ബാർകോഡ് സ്കാൻ ചെയ്ത് നിങ്ങളല്ലേ കേട്ടുള്ളൂ. അല്ലാത്ത ആളുകൾ എന്തായാലും അതിന്റെ വാർഷിക മഹാസമാപന സമ്മേളനത്തിലെങ്കിലും പങ്കെടുക്കാൻ അവിടെ എത്തണം. അതിൽ ക്ഷണിക്കാനാണല്ലോ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. എല്ലാവരും ക്ഷണിച്ചതുപോലെ ഈ ഉള്ളവനും ക്ഷണിച്ച് നമ്മുടെ പുല്ലാര ശുഹദാക്കളുടെ കീഴിൽ അവരെ അംഗീകരിച്ച് അവരുടെ ആത്മീയമായ നേതൃത്വത്തിൽ കെട്ടുറപ്പോടെ കഴിഞ്ഞു വന്ന ഒരു പാരമ്പര്യമാണ് ഈ പുല്ലാരക്ക്. അതേ പാരമ്പര്യം ഖിയാമത്ത് വരെ ഇവിടെ നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്താണ് ഔലിയാക്കളെയും ശുഹദാക്കളെയൊക്കെ അംഗീകരിക്കുള്ളൂ. ശുഹദാക്കളെ ബഹുമാനിക്കുന്നു എന്നുള്ളതിന്റെ സുന്നി എന്നുള്ള തെളിവാണ്. ആ സുന്നി ആശയത്തിൽ അടിയുറച്ച് മറ്റുള്ള അപശബ്ദങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ആരെങ്കിലൊക്കെ വച്ചാനിച്ചു ഒച്ചപ്പാടുണ്ടാക്കി എന്തെങ്കിലും പറയുന്നെങ്കിൽ അതൊക്കെ 4-5 ദിവസം കൊണ്ട് അവർക്ക് തന്നെ മടുക്കും. പരിശുദ്ധമായ ദീനിന്റെ വടവൃക്ഷത്തിന്റെ തണലിലേക്ക് വല്ലാതെ വെയിലുള്ളുമ്പോൾ എല്ലാവരും തിരിച്ചു വരും. അള്ളാഹു എല്ലാവർക്കും നല്ല ബോധം നൽകി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയെ ശക്തിപ്പെടുത്താൻ സൗഭാഗ്യം നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എല്ലാ സന്തോഷങ്ങളും അറിയിച്ചു. ഞാനും ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയതിൽ സന്തോഷം അറിയിച്ചു. എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി. അള്ളാഹു എല്ലാ ഖൈറും നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. ഇവിടെ നന്ദിയാണ് നടക്കാനുള്ളത്. പിന്നെ അതിനു മുമ്പ് ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 സലാത്തുൽ ചെറിയൊരു ദുആ നടത്തി നമുക്ക് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد റഹമുറാഹിമായ മലികുൽ ജബ്ബാറായ രാജാതിരാജനായ സാധുക്കളായ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കൂടിയതും സംസാരിച്ചതും സമയം ചെലവഴിച്ചതൊക്കെ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യണേ അല്ലാഹ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാനും ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘകാലം നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ഇഖ്ലാസോടെ മുന്നേറാനുമുള്ള ഒരു തൗഫീഖ് ലഭ്യമാകാനുള്ള ഒരു സബബായി ഞങ്ങളുടെ ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മാനസിക ശാരീരിക സാമ്പത്തിക കൗടുംബിക മേഖലകളിലൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതിനൊക്കെ റബ്ബേ ഞങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. മഹാന്മാരായ ശുഹദാക്കളുടെ ചാരത്ത് വെച്ച് ഞങ്ങൾ നടത്തുന്ന ദുആഇന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരെ വരുന്ന മലവെള്ളപ്പാച്ചിൽ പോലെ അടുത്തു വരുന്ന പ്രതിസന്ധികൾ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നേരെ വരുന്ന ശരവേഗതയിൽ വരുന്ന കൂരമ്പുകൾ അള്ളാഹു വേദന ഒന്ന് തടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പണ്ട് അബ്ദുൽ മുത്തലിബ് എന്ന ഒരു കഅബയുടെ മുന്നിൽ വന്ന് ആനപ്പടയെ തടുക്കാൻ നിന്നെ ഏൽപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഈമാൻ കുറഞ്ഞവരും തഖ്വയില്ലാത്തവരുമാണെങ്കിലും ഞങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്കെതിരെ വരുന്ന ശരങ്ങളെ ഊരമ്പുകളെ നീ തന്നെ തകർത്ത് തരിപ്പണമാക്കണേ അല്ലാഹ്. സകല ശത്രു ശല്യങ്ങളെയും ഞങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. സാഹിദീങ്ങളെ സിഹറുകളിൽ നിന്നും ഹാസിദീങ്ങളെ അസൂയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും പള്ളികളെയും മദ്രസകളെയും ഈ ഉള്ളവൻ നടത്തുന്ന ഒരു സ്ഥാപനം അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ നീ നാഫിയായ ഇൽമ കൊടുക്കണേ പഠിച്ചവനെ. ഞങ്ങളുടെ ചെറുപ്പക്കാർ ഇവിടെ ഒരുപാട് കുട്ടികൾ ഒക്കെ നമുക്കറിയുന്ന കുട്ടികൾ നമ്മുടെ ദർസിൽ പഠിച്ച നാട്ടുകാർ മക്കളുമാണ്. ഇവിടെ അധികം ഇതിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാ നിലക്കുമുള്ള സലാമത്തും സലാഹും ഖൈറും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സകല ഷർറുകളിൽ നിന്നും ഞങ്ങളെയും അവരെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പെൺകുട്ടികൾ ഉമ്മത്തിനെതിരെ വരുന്ന പല പ്രശ്നങ്ങൾക്കും പുറമെ ഉമ്മത്തിലുള്ള ധർമ്മച്യുതി അത് ഞങ്ങളുടെ നാശത്തിന് വലിയൊരു കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള മതക്കാരൊക്കെ ഇത്തരത്തിലുള്ള മതപഠന സംവിധാനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും അവരൊക്കെ അവരുടെ ധാർമ്മിക അന്തരീക്ഷത്തിൽ അടങ്ങിക്കൂടുമ്പോഴും എല്ലാ സംവിധാനം ഉണ്ടായിട്ടും നമ്മുടെ യുവത അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് അതിനെയൊക്കെ തകർത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ദീനിനെ പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥയാണ്. അള്ളാഹുവേ ഞങ്ങളെയും നിങ്ങളുടെ നാടിനെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഈ പുല്ലാര ശുഹദാക്കളുടെ പേരിൽ അറിയപ്പെടുന്ന നാട് ഒരു ഇസ്സത്തുള്ള നാടായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റബ്ബേ. ഈ മഹല്ലിലെ ഓരോ വീടുകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇവിടെയുള്ള ഓരോ ആണിനും പെണ്ണിനും നീ ഖൈറ് കൊടുക്കണേ പഠിച്ചോ.
അള്ളാഹുവെ ഇവിടെയുള്ള ദർസുകളെയും മദ്രസകളെയും സംവിധാനങ്ങളെയൊക്കെ ഹൈറായി നിലനിർത്തി തരണേ അള്ളാഹ്. ഞങ്ങൾ കാത്തിരിക്കുന്ന സമസ്തയുടെ മഹത്തായ സമ്മേളനം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേയും അപ്പുറത്ത് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സമൂഹത്തിനും നാടിനും നാട്ടാർക്കും വലിയ പ്രതീക്ഷയായി ഹൈറായി എക്കാലത്തേക്കുമുള്ള ഒരു ചരിത്രത്തിലെ അടയാളപ്പെടുത്തലായി അതിനെ നീ മാറ്റിത്തരണേ പഠിച്ചോനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഉമ്മത്തിനെയും അതിനെ നയിക്കുന്ന നേതാക്കന്മാർ, ഉലമാക്കൾ, സാദാത്തുക്കൾ, നായകന്മാർ അവരെല്ലാവരും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളുടെ നേതാക്കൾക്കിടയിൽ രാഷ്ട്രീയ സമുദായ നേതാക്കൾക്കിടയിൽ ഉമ്മത്തിന്റെ മത നേതാക്കൾക്കിടയിലൊക്കെ ഐക്യവും സ്നേഹവും ബഹുമാനവും നൽകി അനുഗ്രഹിക്കണേ പഠിച്ചോനെ. ഭിന്നിപ്പിനു വേണ്ടി ശ്രമിക്കുന്ന പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് കാത്തുരക്ഷിച്ച് ഉമ്മത്തിനിടയിൽ നീ ഐക്യം നിലനിർത്തി തരണേ പഠിച്ചോനെ. റഹ്മുറാഹിമെ ഞങ്ങളൊക്കെ മനസ്സുകളിലുള്ള ഹൈറായ മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബേ. SKSSF അജയ്യമായ ഒരു സംവിധാനമാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ SKSSFന്റെ അജയ്യത വളരെ വ്യക്തമായി മനസ്സിലായതാണ്. അതിന്റെ വിഖായ മേഖലയിലാണെങ്കിലും അതിന്റെ സഹചാരി മേഖലയിലാണെങ്കിലും സമസ്തയുടെ ഊന്നുവടി എന്ന് പണ്ട് ശംസുൽ ഉലമ വിശേഷിപ്പിച്ചത് അത് ആവശ്യമുള്ള സമയത്താണല്ലോ. എല്ലാ കാലത്തും ആൾ ഊന്നുവടി കുത്തി നടക്കൂല. അത് വയസ്സാകുന്ന സമയത്ത് ആവശ്യമുള്ളപ്പോഴേ ഊന്നുവടി കുത്തും. ആവശ്യമുള്ളപ്പോൾ ആ വടി ഒടിഞ്ഞു പോകാൻ പാടില്ല. അതങ്ങനെ തന്നെ നിലനിന്ന് ഇസ്സത്തോടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും ആ കുട്ടികൾക്ക് നീ അതിനുള്ള ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവേ ഈ സംവിധാനത്തിൽ സഹകരിച്ച സഹായിച്ച എല്ലാ ആളുകൾക്കും നീ ഖൈർ നൽകണേ പഠിച്ചോനെ. ഞങ്ങളുടെ വാക്കിലോ പ്രവർത്തനങ്ങളിലോ സംഭവിക്കുന്ന അബദ്ധങ്ങളെയും ന്യൂനതകളെയും പരിഹരിച്ച് ഞങ്ങൾ ചെയ്യുന്ന ചെറിയ നന്മകളെ വലിയതായി സ്വീകരിച്ച് ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. റജബിലും ഷഅബാനിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. റമദാനിനെ സ്വീകരിക്കാനും സസന്തോഷം യാത്രയാക്കാനുമുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റമദാനിൽ നിന്ന് നിക്ഷേപിച്ച എല്ലാ ഖൈറുകളും വാരിക്കൂട്ടാനുള്ള സൗഭാഗ്യം നൽകണേ പഠിച്ചോനെ. ഈ മുഅ്മിനീങ്ങൾ ആമീൻ പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ എന്തോ അത് മുഴുവനും നീ നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ചാരത്തും മറവിട്ട് കിടക്കുന്ന നൂറുകണക്കായ ആളുകൾ, ഈ ഉള്ളവനോട് 11 വർഷം ഉള്ള സമയത്തുണ്ടായിരുന്നവർ ഒരുപാട് മുഖങ്ങൾ, അതിനുശേഷം ഞാൻ ആകെ വിട്ടുനിന്നിട്ട് 5-6 വർഷമാകുന്നേ ഉള്ളൂ. അതിനിടയിലും ഒരുപാട് ആളുകൾ ഈ മഹലിനും ഈ ദർസിനും ഈ നാടിനൊക്കെ വളരെ സപ്പോർട്ട് ആയി നിന്നിരുന്ന ആളുകൾ, അവരൊക്കെ നാരടി മണ്ണിനെ ചുവട്ടില്ല. അതുപോലെ ഇവിടുത്തെ ആലിമീങ്ങളും സാദാത്തുക്കളും പലരും. അള്ളാഹുവെ അവർക്ക് മുഴുവനും നീ ഖബറിൽ സന്തോഷം നൽകണേ അള്ളാഹ്. അതുപോലെ ഞങ്ങൾ വേണ്ടപ്പെട്ടവർ എവിടേക്കാണ് മറവിട്ട് കിടക്കുന്നത് അവരെയൊക്കെ ഖബറുകളെ നീ സ്വർഗ്ഗ സമാനമാക്കി കൊടുക്കണേ അള്ളാഹ്. ഞങ്ങളെയും അവരെയും നാളെ പരലോകത്തിൽ അള്ളാഹു എന്ന ഇഷ്ടദാസന്മാർക്ക് നീ ശഫാഅത്ത് നൽകും, അവസരം നൽകും. അതിൽ പങ്കെടുത്ത് ഏറ്റവും വലിയ ശഫാഅത്ത് ചെയ്യുന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൊടിക്കീഴിലേക്ക് യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹി, ഓരോരുത്തരെയും ഏതാളെയാണ് അവർ അംഗീകരിച്ചത് ആ കെയർ ഓഫിലാണ് മാസ്റ്ററിലേക്ക് വിളിക്കുക. ഞങ്ങൾ അംഗീകരിക്കുന്ന ശുഹദാക്കൾ, സാലിഹീങ്ങൾ, മശായിഖ് അവരുടെ കൊടിക്കീഴിൽ നിൽക്കണം. എന്നിട്ട് ചെറു ചെറു ഉപജാതകളായി പോയിട്ട് വലിയ കൊടിക്കീഴിലെത്തി അവിടുന്ന് വലിയ സംഗമമായി മാറണം. ആ കൂട്ടത്തിൽ ഒരു ബിന്ദുവായി ചേരാൻ ഞങ്ങൾക്കും ഈ സൗഭാഗ്യം നൽകണേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഹഖ്ഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നന്ദി ഭാഷണം നിർവഹിച്ചുകൊണ്ട് ഷാഹിദ് വാഫി സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ റാഹത്തായ നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്.